അസ്സലാമലൈക്കും. മഴക്കാലമാണല്ലോ, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മഴക്കാലമാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതായത് നമ്മൾ ജീവികളെ വളർത്തുന്നവർക്ക് പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് പ്രത്യേകിച്ച് പക്ഷികൾക്ക് നല്ലപോലെ രോഗങ്ങൾ വരും. അപ്പോൾ അതിന് എന്താണ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രാവിൻ്റെ കേസ് മാത്രമല്ല, പ്രാവ് ഇപ്പം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ വളർത്തുന്നവരൊക്കെ ഈ ഒരു 3-4 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വട്ടം വിളിച്ചു. കാരണം വീട്ടിലത്തെ പ്രാവുകൾ ചത്തുപോകുന്നു, കിളികൾ ചത്തുപോകുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തണുപ്പടിച്ചു കഴിഞ്ഞാൽ നോർമലി പെട്ടെന്നൊരു ക്ലൈമറ്റിക് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ നോർമലി പ്രാവുകൾക്കാണെങ്കിലും കിളികൾക്കാണെങ്കിലും രോഗം വരും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പ്രാവ് വളർത്തുന്നവരാണെങ്കിലും കിളി വളർത്തുന്നവരാണെങ്കിലും മഴക്കാലത്ത് ശ്രദ്ധിച്ചാൽ മതി. മഴക്കാലത്ത് ഈ പ്രാവുകളാണെങ്കിലും കിളികളാണെങ്കിലും ഇങ്ങനെ കൂനിയിരിക്കുന്നതാണ്, അവരൊരു തണുപ്പടിച്ചിരിക്കുന്നതാണ്. ഈ തണുപ്പ് നമ്മൾ വെയിൽ വരുന്ന സമയത്ത് എന്ത് കാട്ടണം, അവരെ വെയിലത്ത് വിടണം. ഇണങ്ങിയ പ്രാവുകളാണെങ്കിൽ നമുക്ക് അഴിച്ചു വിടാം. ഇവർക്ക് കാര്യപ്പെട്ട ഇണക്കം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൂട്ടിലിടുന്നത്, അതുപോലെ തന്നെ വേറൊന്നും പിടിക്കാതിരിക്കുന്നത് കൊണ്ടും. ഇണങ്ങിയ പ്രാവുകളാണെങ്കിൽ നമുക്ക് വെളി വിടാം, അവരെ വെയിലത്ത് മേയാനെടുപ്പം. നമ്മൾ കോഴികളെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, കോഴികൾ മേയാൻ കിടക്കും, വെയിലത്ത് കായാൻ കിടക്കും. പ്രാവുകളാണെങ്കിലും വെയിലത്ത് കായാൻ കിടക്കും. അതുപോലെ തന്നെ പ്രാവുകളുടെ കേസ് മാത്രമല്ല, ലവ് ബേർഡ്സ് ആണെങ്കിലും കോക്ടെയിൽസ് ആണെങ്കിലും ഫിഞ്ചസ് ആണെങ്കിലും അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള കിളികളാണെങ്കിലും കുറച്ച് മഴക്കാലത്ത് വെയിൽ വന്നു കഴിഞ്ഞാൽ അവരെ വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ്. അവർക്കത് വിറ്റാമിനും അതുപോലെ തന്നെ അവർ വെയിൽ കായം കിടക്കും. വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അവർ ആക്റ്റീവ് ആവുന്നത് കാണാം. അപ്പോൾ സ്ഥിരമായിട്ട് തണുപ്പടിച്ചു കഴിഞ്ഞാൽ രോഗം വരും, പക്ഷികൾ ചത്തുവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ കുഞ്ഞു അനിയന്മാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവർ സ്ഥിരമായിട്ട് വിളിച്ചിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ പ്രാവ് പോകുന്നത്. അപ്പം നമ്മുടെ അടുത്ത് മിനിയാന്നൊരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ് അവൻ ആദ്യമായിട്ടാണ് പ്രാവ് വളർത്തുന്നത്. പ്രത്യേകിച്ച് ഫാൻസി ബ്രീഡൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യണം. കാരണം ഫാൻസി ബ്രീഡിനൊക്കെ പെട്ടെന്ന് രോഗം വരും. ഇവര് നാടൻ പ്രാവായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പണ്ട് കിളിക്കൂടുണ്ടല്ലോ, തത്തക്കിളിക്കൂട്ടിലാണ് ഫാൻ ടൈലിന് ഇട്ടിരിക്കുന്നത്. അത് 2 ദിവസം മഴക്കാറ്റടിച്ചിട്ട് നല്ലപോലെ വെയ്യാണ്ട് പോയി ചത്തുപോയി. അപ്പോൾ ഇങ്ങനത്തെ കുറെ കേസുകളുണ്ട്. അപ്പം വെയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വെയിൽ കായാനിടണം. ശ്രദ്ധിച്ചു കാണാം, ചിറക് വിരിച്ചിട്ട് പ്രാവുകൾ കിടക്കുന്നതാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രാവുകളാണെങ്കിലും കോഴികളാണെങ്കിലും. അപ്പം അത് അവർക്കൊരു വിറ്റാമിനാണ്. ഈ വെയിൽ കായാൻ കിടക്കുക എന്നൊക്കെ പറയുന്ന വിറ്റാമിനാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ 2 പേരിനെ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അറിയും, ഇവർക്ക് പോക്സ് വന്നിരിക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ, മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ പോക്സ് വന്നതാണ്. അതുകൊണ്ടാണ് ഇവരെ മാറ്റിയിട്ടിരിക്കുന്നത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവർ റിക്കവർ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരുത്തൻ റിക്കവറായി, പക്ഷെ ഇവന്റെ കണ്ണത്തെ ഇനിയും മാറിയിട്ടില്ല. കണ്ണിന്റെ വെളിയിലത്തെ മാറി, പക്ഷെ ഉള്ളിലത്തെ ഇനിയും മാറിയിട്ടില്ല. അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റും കൂടെയാണ്. വെളിയിൽ നമുക്ക് ഓയിൽമെന്റും ഇതും തേച്ച് കഴിഞ്ഞാൽ മാറും, പക്ഷെ ഉള്ളിലത്തെ കേസ് അങ്ങനല്ല. കണ്ടില്ലേ, ഉള്ളിലിപ്പോഴും ഈ ഒരു കുരു ഉണ്ട്. അപ്പൊ ഇത് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവരിന്റെ കൂടെ ഇടാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ രോഗം അവർക്കും പകരും. അപ്പൊ മഴക്കാലമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യം എന്താ പറയാ, ഉപ്പുള്ള സമയത്ത് ഇങ്ങനെ കുഞ്ഞു കൂടുകൾ അടിച്ചു തരും. കമ്പിക്കൂടുകൾ, ഇതേപോലത്തെ കമ്പിക്കൂടുകൾ മുമ്പേ അടിക്കാൻ പറഞ്ഞിരുന്നു. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കേസിന് വേണ്ടിയായിരുന്നു വാപ്പ പറഞ്ഞു. ഇങ്ങനെ വെയിൽ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇവരെ എടുത്ത് വെളിയിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബുൾദാറിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, വെയിൽ കായം കിടക്കണതുണ്ട, ചിറക് വിരിച്ചിട്ട്. അപ്പം ഇങ്ങനെ കിടക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ എന്താ പറയാ, ഈ സംഭവങ്ങൾക്കും നല്ലതാണ്.